പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമ്മളെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഒരു അഹസ്വേരോസ് രാജാവിനെ കാണാൻ കഴിയും, ഒരു വസ്തി രാജ്ഞിയെ കാണാൻ കഴിയും, ഒരു എസ്തേറിനെ കാണാൻ കഴിയും, ഒരു മൊർദെഖായിയെ കാണാൻ കഴിയും. അഹസ്വേരോസ് രാജാവ് തൻ്റെ കാലത്ത് ശൂശൻകാരിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് 7 ദിവസം വിരുന്ന് കഴിയും. അതിഭയങ്കരമായൊരു വിരുന്നായിരുന്നു. രാജാവ് നടത്തുന്ന വിരുന്ന് ഏറ്റവും അതിപ്രധാനപ്പെട്ട ആളുകളാണല്ലോ അവിടെ വരാറുള്ളത്. സ്തോത്രം. അങ്ങനെയിരിക്കെ രാജ്ഞിയായ വസ്തിയും അഹസ്വേരോസ് രാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. അങ്ങനെ 7-ാം ദിവസം വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹസ്വേരോസ് രാജാവ് മെഹുമാൻ, ബിസ്ത, ഹർബോന, ബിക്ത, അബക്ത, സേദർ, കർക്കസ് എന്നിങ്ങനെ രാജധാനിയെ സേവിച്ച് നിൽക്കുന്ന 7 ഷണ്ഡന്മാരോട്, ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തിരാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസ്ഥാനിൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൾ സുഖിയായിരുന്നു. എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തിരാജ്ഞി അല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവൻ്റെ കോപന്റെ ഉള്ളിൽ ജ്വലിച്ചു. ഈ സമയത്ത് പാർസിയിലെ മേദിയിലെ 7 പ്രഭുക്കന്മാർ അവിടെ ഇരിക്കുകയായിരുന്നു. രാജധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളെ എല്ലാവരും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജന്മാരായ വിദ്വാൻമാരുടെ രാജാവ് ഷണ്ഡന്മാർ മുഖാന്തരം അഹസ്വേരോസ് കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്കായ കൊണ്ട് രാജധർമ്മപ്രകാരം അവളോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ അവർ കൂടിയാലോചനയിൽ നിന്ന് വസ്തിരാജ്ഞി ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനൊക്കെ തീരുമാനമുണ്ടായി. അപ്പോൾ ഇനിയും അതിന് പകരം ഒരു രാജ്ഞി വേണമല്ലോ. അതിനുവേണ്ടിയുള്ളതായ ആലോചനയായി, തീരുമാനങ്ങളായി, അതിനുവേണ്ടി രാജ്ഞസ്ഥാനത്തേക്ക് വരാൻ യോഗ്യരായ യുവതികളെ അന്വേഷിപ്പാനൊക്കെ ഉള്ളതായ കൽപ്പന പുറപ്പെടുവിച്ചു. ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. ആ അവസരത്തിൽ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ തടവുകാരായ കൊണ്ടുവന്ന കൂട്ടത്തിൽ മൊർദെഖായി എന്നൊരുവനും കൂടി ഉണ്ടായിരുന്നു. അവനെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ചിറ്റപ്പൻ്റെ മകളായ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസ്യയ്ക്ക് അമ്മയപ്പന്മാരിലായതുകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതിയും സുമുഖിയുമായിരുന്നു. അവിടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു. ഇങ്ങനെ മൊർദെഖായിയുടെ അടുത്ത് ഈ ചിറ്റപ്പൻ്റെ മകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ സംഭവം നടന്നത്. അങ്ങനെ ഈ എസ്തേറിനും രാജസന്നിധിയിൽ ചെല്ലുവാനുള്ളതായ ക്ഷണമുണ്ടായി. രാജാവിന് അവളെ ബോധിച്ചു. രാജ്യസ്ഥാനത്തേക്ക് അവളെ തിരഞ്ഞെടുത്തു. ഓർക്കണം, ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികൾ എങ്ങനെയാണ്, ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിൽ ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഒരു പ്രതീക്ഷയുമില്ല, ഒരു വഴികളുമില്ല. ഓരോ കുടുംബത്തിലെയും അവസ്ഥകൾ ഓരോ വിധത്തിലാണ്. ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളാ. പ്രതീക്ഷിക്കാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട പല കാര്യങ്ങൾ. ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുന്ന ഇങ്ങനെയാണ്. അതുകൊണ്ട് വിഷയം തീർന്നു. അതെ, മൊർദെഖായി ഈയോട് വെറുപ്പ് തോന്നിയ ഹാമാൻ അവനെ ബഹുമാനിക്കാതെയും അവനെ അംഗീകരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന മൊർദെഖായിയുടെ നിലപാടിൽ അവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ചിന്തിച്ചപ്പോൾ അവനെ തന്നെ അങ്ങനെ വിടുന്നത് ശരിയല്ല. ഈ 120 സംസ്ഥാനങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന യഹൂദന്മാരെ കൂടെ നശിപ്പിക്കണമെന്നുള്ള ചിന്താഗതി ഉണ്ടായി.
അത് രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് പ്രസിദ്ധം ചെയ്ത് ഇങ്ങനെ രാജ്യത്ത് ഈ 101 സംസ്ഥാനങ്ങളിലും ഭയങ്കര നിലവിളിയും കരച്ചിലുമായി, യെരുശലേമിലും ഭയങ്കര നിലവിളിയും കരച്ചിലുമായി ജനമുപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ വിഷയത്തിൽ ദൈവസന്നിധി നിന്നു. ഒടുവിൽ ഈ കാര്യം മൊർദെഖായി മുഖാന്തരം എസ്തേറിന്റെ അടുക്കൽ ചെല്ലുവാനിടയായി. എസ്തേർ മുഖാന്തരം രാജാവിന്റെ അടുക്കൽ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട് ഒടുവിൽ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയ കഴുകുമരം ഹാമാൻ തന്നെ ലഭിക്കപ്പെടുവാനും അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോകുവാനും ആ ഭവനം മൊർദെഖായിക്ക് ലഭിക്കുവാനിടയായി. മൊർദെഖായിക്ക് ആ 120 സംസ്ഥാനങ്ങൾ ഭയങ്കര ബഹുമാനവും അംഗീകാരവും വളരെ ആദരവും ലഭിക്കാനിടയായ, വളരെ രാജാവിനാൽ വളരെ സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ഒന്നും ദോഷത്തിനായിട്ടല്ല. എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, ഹന്ന നാളുകളായി വാർദ്ധക്യം വരെ ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പെനിന്നായുടേതായ ആക്ഷേപം, പരിഹാസം, മറ്റൊന്നും. പക്ഷെങ്കിൽ പ്രായമായ സമയത്ത് പോലും അവിടെ ആശ ദൈവത്തിൽ വിടാതെ ദൈവത്തിൻ്റെതായ ആലയത്തിൽ പോയിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഏലി എന്ന മഹാപുരോഹിതനിൽ കൂടെ അവൾക്ക് വാഗ്ദത്തം ലഭിക്കാനിടയായി. അങ്ങനെ അവളുടെ ജീവിതത്തിൽ ദൈവം ഒരു സമൂഹത്തെ കൊടുത്ത് അവിടെ കണ്ണുനീർ തുടയ്ക്കുവാനിടയായി തീർന്നു. അത് പെനിന്നായുടെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുത്ത ഒരു വലിയ ഉത്തരമായിരുന്നു. ആ ദേശത്തുള്ള ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണത്തക്ക രീതിയിലുള്ളൊരു വഴിയായി മാറി. ശമൂവേലിനെ കൂടെ ദൈവം മറ്റു ചില തലമുറകളെ കൂടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വഴികൾ അത്ര അത്ഭുതമാണ്. ദൈവത്തിൻ്റെ വഴികൾ അത്ര അതിശയമാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ, കടബാധ്യതയാൽ ഭാരപ്പെട്ട, അതെ, ഏലീശായുടേതായ ശിഷ്യൻ എൻ്റെ വിധവ, ആ ഏലീശയുടെ ശിഷ്യൻ മരിച്ചുപോയി. അവൻ കുറെ കടം ചെയ്യിപ്പിച്ചിട്ടാ പോയി. ഒടുവിൽ കടക്കാര് മക്കളെ പിടിപ്പാൻ വന്നപ്പോൾ ഈ പ്രശ്നവുമായി ആ വിധവാര ഏലീശയുടെ അടുക്കൽ ചെന്നപ്പോൾ അവൾക്ക് കൊടുത്ത നിർദ്ദേശം, ആ വീടുകളിലെല്ലാം പാത്രങ്ങൾ കൊണ്ടുവരിക, നിന്റെ ഭരണത്തിലിരിക്കുന്ന ഭരണിയിലെ എണ്ണ അതിലേക്ക് പകരുക. അങ്ങനെ ധാരാളം പാത്രങ്ങൾ ആ ഭവനത്തിൽ കൊണ്ടുവന്നു. മക്കളും അമ്മയും കൂടി ആ പാത്രത്തിൽ എണ്ണ പകർന്നു. അതുകൊണ്ട് വിൽക്കാൻ പറഞ്ഞു. വിറ്റപ്പോൾ ഒരു കടഭാരം മാറി. അവരുടെ ക്ഷാമകാലത്തും കൂടി അത് പ്രയോജനപ്പെടുവാനിടയായിത്തീർന്നു. അപ്പോൾ ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില വിഷമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം ഇങ്ങനെ ചെയ്തല്ലോ, ഇതെന്തൊരു പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പലപ്പോഴും നാം നമ്മെക്കുറിച്ച് വിലപിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന എത്രയോ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വിധവയുടെ ഏലീശയുടെ മുമ്പിലുള്ള അവരുടെ നിലവിളിയുടെ മുമ്പിൽ ഉത്തരം കിട്ടിയതുപോലെ നമ്മുടെ വലിയ പ്രവാചകനാകുന്ന യേശുവിന്റെ സന്നിധിയിൽ നമ്മളെ അപേക്ഷിക്കുന്ന ഏതിനും ഉത്തരമുണ്ട്, മറുപടിയുണ്ട്. ദൈവം തന്റെ പദ്ധതിയെ പുത്രൻ മുഖാന്തരം നമുക്ക് വേണ്ടി ഒരുക്കും. അതിനുവേണ്ടി നമുക്ക് ദൈവത്തിൽ താണിരിക്കാൻ യുവജനങ്ങളാ കർത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.